വിരുന്നിപ്പോഴുള്ളത് ഖത്തറിലാണ്. ഖത്തറിലെത്തുമ്പോൾ നമ്മുടെ വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ നമ്മോടൊപ്പം ഇന്നുള്ളത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ കണ്ണൂർ ജില്ലയിൽ നിന്നും ഖത്തറിലേക്ക് വരികയും പിന്നീട് അങ്ങോട്ട് തൻ്റെ ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തുയർത്തിയ ഒരു വ്യക്തിയാണ്. ഖത്തറിലെ രുചിയുടെ കലവറയായ ഗാർഡൻ വില്ലേജ് എന്ന റെസ്റ്റോറൻറ്റും അതോടൊപ്പം തന്നെ ഹൈപ്പർ മാർക്കറ്റ് രംഗത്തെ വളരെ പ്രസിദ്ധമാർജിച്ച റീജൻസി ഹൈപ്പർ മാർക്കറ്റ്, ലാൻഡ്മാർക്ക് ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങി റിയൽ എസ്റ്റേറ്റ് മറ്റൊരുപാട് ബിസിനസ് മേഖലകളിൽ നിൽക്കുന്ന വലിയൊരു സംരംഭകനായ മിസ്റ്റർ VP ഖാലിദാണ് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ പറ്റുന്നതിലേക്ക് സർ നമസ്കാരം. താങ്കളുടെ ഒരു പ്രവാസ ജീവിതം തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു ഖത്തറിലേക്ക് എത്തിയത്? അതൊന്ന് വിശദമാക്കാം. 86 വന്നിട്ട് 1-2 കമ്പനിയിൽ ചെറിയ ജോലികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി പ്രൊഫഷണലായിട്ടൊരു ജോലി കിട്ടിയത് ജപ്പാൻ ഡ്രില്ലിംഗ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ജോലി ചെയ്തത്. അവിടെ ഒരു 4-5 വർഷത്തോളം അവിടെ ജോലി ചെയ്ത് അതിനുശേഷമാണ് അലിബിൻ അലി എന്ന് അറിയപ്പെടുന്നിടത്ത് കൺസ്യൂമർ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അലിബിൻ അലിയിലേക്ക് 1995 ജോയിൻ ചെയ്യുന്നു. ഓക്കെ. അതിൽ ജോയിൻ ചെയ്യുന്നത് ചെറിയ മർച്ചൻഡൈസറായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. മർച്ചൻഡൈസറിൽ നിന്ന് വാൻ സെയിൽസിലേക്കും, വാൻ സെയിൽസിൽ നിന്ന് ക്രെഡിറ്റിലേക്കും, ക്രെഡിറ്റിൽ നിന്ന് കീ അക്കൗണ്ട് പ്ലാനിലേക്കുമായിട്ട് മാറ്റമാണ്. 2008 വരെ അലിബിൻ അലിയിൽ വർക്ക് ചെയ്തു. അലിബിൻ അലി ആൻഡ് പാർട്ട്നേഴ്സിൽ ഒരുപാട് സുഹൃത്ത് വലയങ്ങളുണ്ട്. കാരണം വെച്ചാൽ ദോഹയുടെ മുക്കിലും മൂലയിലും എനിക്ക് സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരു വാൻ സെയിൽസ് മാനായതുകൊണ്ട് ഏത് ദോഹയിലില്ല 1500ഓളം സൂപ്പർ മാർക്കറ്റിലുള്ള ഷോപ്പ് ഓണേഴ്സിന് എന്നെ നന്നായിട്ട് അറിയാം. കാരണം വെച്ചാൽ ഞങ്ങൾ എല്ലാ മാസവും ഈ ഷോപ്പുകളിലെല്ലാം വിസിറ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എല്ലാ മാസവും വരുന്ന ഒരാളെ ആർക്കും അറിയാതിരിക്കില്ല. അങ്ങനെയുള്ളൊരു സുഹൃത്ത് വലയം ഉണ്ട്. അതാണ് 2008 അതൊരു ജൂൺ മാസത്തിൽ തന്നെയാണ് അലിബിൻ അലിയിൽ നിന്ന് റിസൈൻ ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ലാൻഡ്മാർക്ക് ഹൈപ്പർ തുടങ്ങാനില്ല ആ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നത്. അതിൽ 1-2 ഫ്രണ്ട്സുകളൊക്കെ കൊണ്ടുവന്ന ആ പ്രോജക്റ്റിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അപ്പം അതിന് മുമ്പേ തന്നെ ചെറിയ കടകളിലൊക്കെ പാർട്ട്ണർഷിപ്പൊക്കെ കൂടിക്കൊണ്ട് ചെയ്യുമായിരുന്നു. പിന്നെ റിയൽ എസ്റ്റേറ്റ് ചെയ്തിരുന്നു. ഓക്കെ. ഈ ഒരു സാഹചര്യത്തിൽ ആദ്യം ഈ ഒരു ജോലിയിൽ നിന്നും മാറിക്കൊണ്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങാം, അത്തരം ഒരു ആശയത്തിലേക്ക് എത്തിയപ്പോൾ ഇത്രമാത്രം ഒരു വിജയം താങ്കൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ 1995 അലിബിൻ അലി ജോയിൻ ചെയ്ത സമയത്ത് അവിടുന്ന് 10-13 വർഷം അവിടെ ഞാൻ ചെയ്ത ജോലി ഏറ്റവും കഠിനമായ ജോലിയും ഏറ്റവും ഹൈ പ്രഷർ എന്ന് വെച്ചാൽ മാർക്കറ്റിലുള്ള അവൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ത്വരതയും ഇതൊക്കെ എന്നെ ഒരു എന്താ പറയുക അതിനൊരു ശക്തനാക്കി എന്ന് വെച്ചാൽ പരുവപ്പെടുത്തിയെടുത്തു. അപ്പോൾ എനിക്ക് സ്വാഭാവികം ഞാൻ ചിന്തിച്ചു, നമ്മൾ കമ്പനിക്ക് വേണ്ടി ഇത്രയും കൂടുതൽ അധ്വാനിച്ചിട്ട് കമ്പനി ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൂടാ? അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിച്ചു. അങ്ങനെയാണ് റിസൈൻ ലെറ്റർ 2007 റിസൈൻ ലെറ്റർ കൊടുത്തിരുന്നു. പക്ഷേ കമ്പനി പറഞ്ഞ് 2008 പോകാൻ അനുവദിച്ചത്. കാരണം വെച്ചാൽ അവർക്ക് പുതിയ ആൾക്കാരെ ട്രെയിൻ ചെയ്യാണ്ടായിരുന്നു. ട്രെയിൻ ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇന്നും കമ്പനിയായിട്ട് കോൺടാക്റ്റും ഉണ്ട്, വളരെ റിലേഷൻഷിപ്പൊക്കെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ കമ്പനി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നന്നായിട്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ഫീൽഡിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കമ്പനി. ഗാർഡൻ വില്ലേജ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ആൾക്കാർ എത്തുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴെ വരുന്നു അല്ലേ? ഇത് 2 നിലകളിലായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത് അല്ലേ? അപ്പോൾ എല്ലാവർക്കും അറിയില്ല, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് അറിയില്ല. എല്ലാവരും രുചി തേടി വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു എന്നല്ലാതെ ഇതിൻ്റെ മറ്റ് ഫെസിലിറ്റീസിനെ കുറിച്ച് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ദോഹയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു സർവീസ് ഉണ്ട് ഇവിടെ. പിന്നെ ടേസ്റ്റി ഫുഡ് കൊടുക്കുന്നുണ്ട്. കൂടാതെ വലിയ പാർട്ടികൾ നടത്താനുള്ള പാർട്ടി ഹാളുകൾ. കാരണം വെച്ചാൽ ഇവിടെ 3 ഹാളുകൾ തന്നെ ഇവിടെ പാർട്ടി ഹാളായിട്ടുണ്ട്. ഈ പാർട്ടി ഹാൾ എന്ന് വെച്ചാൽ മോർ ദാൻ 450-500 പീപ്പിളിനെ ഓക്യുപ്പൈഡ് ചെയ്തിട്ട് പാർട്ടി നടത്താനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഈ
ആനുവൽ പാർട്ടികൾ, മാരേജ് പാർട്ടികൾ, അതുമാതിരി കൂടാതെ ഓണം സ്പെഷ്യൽ അങ്ങനെയുള്ള ട്രഡീഷണൽ ബക്രീദ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ പാർട്ടികൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. പല സുഡാനീസ് മാരേജുകളൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു സർവീസും സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ കസ്റ്റമറാണ് അതിൻ്റെ അഭിപ്രായമാണ്. ഞങ്ങൾ നല്ല ക്വാളിറ്റി ഫുഡ് കൊടുക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, കോണ്ടിനെൻ്റൽ ഫുഡുകൾ കൊടുക്കുന്നുണ്ട്, അറബിക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. ഏത് സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു? അന്നത്തെ കാലഘട്ടത്തിലെ ഓർമ്മകളും സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? പ്രൈമറി സ്കൂള് NMUP സ്കൂളായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഹൈസ്കൂളിലേക്ക് മാട്ടൂൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠനം പൂർത്തിയാക്കി. അവിടെ നിന്ന് ആ കാലഘട്ടത്തിൽ തന്നെ ബോംബെയിലേക്ക് പോയിരുന്നു. ബോംബെയിൽ എന്ന് വെച്ചാൽ അങ്കിളുടെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, കോക്കനട്ട് യങ് കോക്കനട്ടിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിയുടെ കൂടെ കുറച്ച് വർഷം ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് തിരിച്ച് പ്രവാസ ജീവിതം നിന്ന് നിങ്ങൾ പറയുന്ന ഖത്തറിലേക്കുള്ള ആദ്യ യാത്ര. കുടുംബം, നാട്ടിൽ ആരൊക്കെയാണുള്ളത്? താങ്കളുടെ കുടുംബത്തെക്കുറിച്ചും സംസാരിക്കാം. ഫാദർ മരണപ്പെട്ടു പോയി. പേരെന്തായിരുന്നു ഫാദറിൻ്റെ? CV അബ്ദുൽ കരീം ഹാജി. പിന്നെ മദർ ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ 12 മക്കളാണ്. 6 ബ്രദേഴ്സും 6 സിസ്റ്റേഴ്സും. അവർ എല്ലാവരും ഇവിടെ ഗൾഫിൽ തന്നെ ഉണ്ട്, ഖത്തറിലുണ്ട്. 6 ബ്രദേഴ്സും ഇവിടെ ഖത്തറിൽ തന്നെ ഉണ്ട്. സിസ്റ്റേഴ്സൊക്കെ നാട്ടിൽ തന്നെ. ഇനി താങ്കളുടെ സ്വന്തം കുടുംബത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ? സ്വന്തം കുടുംബത്തിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്കൊരു മകനുണ്ട്, പേര് അബ്ദുൽ കരീം. പിന്നെ വൈഫ് ബുഷ്ര. ഞങ്ങൾ അവിടെ നിന്ന് 4 കിലോമീറ്റർ തൊട്ടടുത്ത് തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. നാട്ടിൽ തന്നെ, നാട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ. ഇവിടെ എവിടെയാണ് താമസം? ഇവിടെ ന്യൂ സ്ഥലത്താ, അലർവി സ്റ്റേഡിയത്തിൻ്റെ അടുത്ത്. കഴിഞ്ഞ 15 വർഷമായിട്ട് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. പുതിയ യുവാക്കൾക്ക് പുതിയ ബിസിനസ് സംരംഭത്തിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കാൻ ചിന്തിക്കുന്ന ആൾക്കാർക്ക് താങ്കൾ കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്തായിരിക്കും? പുതുതായിട്ട് ബിസിനസ്സിൽ ഇറങ്ങുന്ന ആൾക്ക് വെൽക്കം. അവരെ വളരെയധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കാരണം വെച്ചാൽ അവർ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ഫീൽഡിൽ വിജയിക്കാൻ പറ്റും. ബിസിനസ് ഫീൽഡിൽ ന്യൂ ജനറേഷൻ ആയാലും ഓൾഡ് ജനറേഷൻ ആയാലും ബിസിനസ് ഇറങ്ങുമ്പോൾ അവരവരുടെ മനസ്സ് എന്ന് വെച്ചാൽ ഒരു കോൺസെൻട്രേഷൻ വേണം നല്ല ബിസിനസ്സിൽ. അതുമാതിരി അവൻ ചെയ്യുന്ന ജോലി അത് വിജയിപ്പിക്കാൻ, അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വളരെയധികം വിജയിക്കാൻ പറ്റും. അതുകൊണ്ട് യാതൊന്നും മടിച്ചു നിൽക്കാതെ ചെറുപ്പക്കാർ ബിസിനസ്സിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ കൂടുതൽ എനർജിയോട് കൂടിയിട്ട് തന്നെ അവർക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റും. സാർ, ഇപ്പോൾ ഖത്തറിൽ തന്നെ വളരെ പ്രശസ്തമായ മറ്റൊരുപാട് ബിസിനസ്സുകൾ താങ്കൾക്കുണ്ട്. കാരണം അഡ്വർടൈസിംഗ് മേഖലയിൽ നിൽക്കുന്ന കളേഴ്സ് അഡ്വർടൈസിംഗ് കമ്പനി, അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഒരുപാട് കാര്യങ്ങൾ, അതിനുമപ്പുറം ബേക്കറി ഫീൽഡുകൾ അല്ലേ, ഒരുപാട് കാര്യങ്ങൾ താങ്കൾ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയുമോ? കളേഴ്സ് അഡ്വർടൈസിംഗ് കമ്പനി എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അതുപോലെ തന്നെ മറ്റ് ബിസിനസ്സുകളെ കുറിച്ചും ഒരു ചുരുങ്ങിയ വാക്കുകൾ. വലിയ ഹൈപ്പർ മാർക്കറ്റുകൾക്കും സൂപ്പർ മാർക്കറ്റുകൾക്കും ഇല്ല അവരുടെ സൈൻ ബോർഡുകൾ, LED, നിയോൺ, ഈ വക ഫീൽഡിലെ ബോർഡുകൾ അതിവിടെ കമ്പനികളുണ്ടെങ്കിലും അത് ഒരു ബെനിഫിറ്റുള്ള ബിസിനസ്സാണെന്ന് തോന്നിയതുകൊണ്ടാണ് ആ കമ്പനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ 6 മാസമേ ആയിട്ടുള്ളൂ അത് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ബേക്കറി ഫീൽഡ്. ബേക്കറി 2004 ബേക്കറി ഉണ്ട്. അത് വേറൊരു ആളുടെ നിയന്ത്രണത്തിലാണ് എങ്കിലും നമ്മളതിൽ ഇൻവോൾവ്. അതിലാണ് ബേക്കറിയിലേക്ക് ഇൻട്രസ്റ്റ് എടുത്തിട്ട് നമ്മളിവിടെ ആലിയ ബേക്കറി, നഹ്ല ബേക്ക്, അങ്ങനെ 1-2 ബേക്കറികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സാർ, എന്തായാലും ഇത്രയും സമയം താങ്കളുടെ ബിസിനസ് ജീവിതത്തിൽ നിന്നും തിരക്കുള്ള ജീവിതത്തിൽ നിന്നും വിരുന്നിൻ്റെ പ്രേക്ഷകരോട് കുറച്ച് സമയം കണ്ടെത്തുകയും ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ താങ്കളുടെ എല്ലാ ബിസിനസ് സംരംഭങ്ങൾക്കും ഇനി വരുന്ന എല്ലാ ഫീൽഡുകളിലേക്കും എല്ലാ ബിസിനസ്സുകളിലേക്കും ദൈവം എല്ലാ വളർച്ചകളും നൽകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇത്രയും സമയം ഒരിക്കൽ കൂടി ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിൽ ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി. താങ്ക് യു വെരി മച്ച്.